സ്വർഗത്തിലേക്കുള്ള വഴി. വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണിത്. ഒരു ദിവസം സൂഫി പള്ളിയിലിരുന്ന് പ്രാർത്ഥനയിലായിരുന്നു. മനസ്സ് അഗാധതയിലേക്ക് ആണ്ടുപോയ നിമിഷം. ആ നിശബ്ദതയിൽ അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടായി. ഒരു ദിവ്യസ്വരം അദ്ദേഹത്തിൻ്റെ കാതുകളിൽ പതിച്ചു. ഈ തീർത്ഥാടന കാലത്ത് ലോകത്തിലെ ഒരേ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന മാത്രമാണ് ദൈവം കേട്ടിരിക്കുന്നത്. അത് ഒരു സാധാരണ ചെരുപ്പുകുത്തിയായ ഹംസയുടെ പ്രാർത്ഥനയാണ്. ഇത് കേട്ട സൂഫിക്ക് അത്ഭുതമായി. എന്തുകൊണ്ടാണ് തൻ്റെ കാതുകളിൽ ഇങ്ങനെയൊരു സ്വരം എത്തിയത്? ചെരുപ്പുകുത്തിയായ ഹംസയെ കണ്ടെത്തുവാൻ സൂഫി യാത്ര തിരിച്ചു. അദ്ദേഹം മണലാരണ്യത്തിലൂടെ വളരെ ദൂരം നടന്നു. യാത്രയിലെല്ലാം ദൈവത്തിൻ്റെ ആ വെളിപാടിനെക്കുറിച്ച് മാത്രമായിരുന്നു സൂഫിയുടെ ചിന്ത. കുന്നുകളും മലകളും പുഴകളും കടന്ന് അദ്ദേഹം യാത്ര തുടർന്നു. പല ഗ്രാമങ്ങളിലും കടന്നു ചെന്ന് അദ്ദേഹം ഹംസയെ അന്വേഷിച്ചു. ഹംസ എന്നു പേരുള്ള ഒരുപാട് പേരെ അദ്ദേഹം സമീപിച്ചു. അവരാരും ചെരുപ്പുകുത്തിയായ ഹംസയായിരുന്നില്ല. ഓരോ ആളുകളും പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ഓരോ ഹംസയെയും സമീപിച്ചു അദ്ദേഹം. സൂഫി നന്നായി ക്ഷീണിച്ചു. എങ്കിലും അദ്ദേഹം തൻ്റെ അന്വേഷണം നിർത്തിയില്ല. അവസാനം ഒരാൾ ചെരുപ്പുകുത്തിയായ ഹംസയുടെ വീട്ടിലേക്കുള്ള വഴി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം ചെരുപ്പുകുത്തിയായ ഹംസയുടെ വീട് കണ്ടെത്തി. അങ്ങനെ ഒരാൾ ഉണ്ടെന്നറിഞ്ഞത് തന്നെ അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി. അദ്ദേഹം ഹംസയുടെ കുടിലിനെ സമീപിച്ചു. വീടിനോട് ചേർന്ന് തന്നെ പണിയായുധങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹംസ തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. സൂഫി ഹംസയെ സമീപിച്ചു. ഹംസ പുഞ്ചിരിയോടുകൂടി സൂഫിയെ നോക്കി. സൂഫിയെ ആകെ ഒന്ന് ശ്രദ്ധിച്ച ശേഷം ഹംസ പറഞ്ഞു, അങ്ങ് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതുപോലെയുണ്ടല്ലോ. അകത്തേക്ക് വരൂ, അല്പമൊന്ന് വിശ്രമിച്ച ശേഷം നമുക്ക് യാത്ര തുടരാം. ഹംസയും ഭാര്യയും ചേർന്ന് സൂഫിയെ ഉപചാരപൂർവ്വം അകത്തേക്ക് ക്ഷണിച്ചു. എവിടുന്ന് വരുന്നു എന്നോ എങ്ങോട്ട് പോകുന്നു എന്നോ ഹംസ തിരക്കിയില്ല. അത് സൂഫിയെ അത്ഭുതപ്പെടുത്തി. സൂഫിക്ക് തൃപ്തിയാകുവോളം ഭക്ഷണപാനീയങ്ങൾ നൽകി. സൂഫിയുടെ അടുത്ത് തന്നെ ഇരുന്ന് ഹംസയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സന്തോഷപൂർവ്വം സൂഫിയെ പരിചരിച്ചു. അദ്ദേഹം വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു. ഭക്ഷണശേഷം വിശ്രമിക്കുവാനായി അദ്ദേഹത്തിനായി ഒരു മുറി ഒരുക്കി കൊടുത്തു. സൂര്യരശ്മികൾ അദ്ദേഹത്തെ തഴുകി കടന്നുപോയി. യാത്രയുടെ ക്ഷീണത്താൽ സൂഫി ഒന്ന് മയങ്ങിപ്പോയി. ഉണർന്ന് പ്രാർത്ഥനയിൽ മുഴുകി. അപ്പോഴേക്കും ഹംസ തൻ്റെ ജോലി ആരംഭിച്ചിരുന്നു. സൂഫി ഹംസയുടെ സമീപത്തേക്കെത്തി അദ്ദേഹത്തിനടുത്തായി ഇരുന്നു. ഹംസ സൂഫിയോട് ചോദിച്ചു, അങ്ങയുടെ യാത്രയ്ക്കായി ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? സൂഫി ഒരു മന്ദഹാസത്തോടു കൂടി മറുപടി പറഞ്ഞു, എൻ്റെ യാത്ര ഇവിടെ പൂർണ്ണമായി. ഞാൻ നിങ്ങളെ തേടി വന്നതാണ്. ഹംസയ്ക്ക് അത്ഭുതമായി. ദൈവദൂതൻ തനിക്ക് നൽകിയ ദർശനത്തെപ്പറ്റി സൂഫി ഹംസയോട് പറഞ്ഞു. ഈ വർഷത്തെ തീർത്ഥാടനത്തിൻ്റെ എല്ലാ പുണ്യവും ചെരുപ്പുകുത്തിയായ ഹംസയ്ക്കാണ്. ഇത് കേട്ട ഹംസയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അദ്ദേഹം വീണ്ടും അത്ഭുതപ്പെട്ടുപോയി. നിങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തി എന്താണെന്നറിയാനാണ് ഞാൻ നിങ്ങളെ തേടി എത്തിയത്, സൂഫി പറഞ്ഞു. ഹംസ ശാന്തമായി പുഞ്ചിരിച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കും തീർത്ഥാടനത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അല്പമൊന്ന് ആലോചിച്ച ശേഷം ഹംസ തുടർന്നു. അന്നെൻ്റെ സാറ, എൻ്റെ ഭാര്യ, അവൾ ഗർഭിണിയായിരുന്നു. ഒരു ദിവസം അടുത്ത വീട്ടിൽ പാചകം ചെയ്യുന്ന കറിയുടെ മണം ആസ്വദിച്ച അവൾക്ക് അത് കഴിക്കുവാൻ ആഗ്രഹം തോന്നി. ഞാനൊരു പാത്രവുമായി ചെന്ന് അവരുടെ വാതിലിൽ മുട്ടി. ഒരു വിധവയായ സ്ത്രീയും അവരുടെ മക്കളും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അവരോട് കുറച്ച് കറി ചോദിച്ചു. പക്ഷേ അവർ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന്. എനിക്ക് നാണക്കേട് തോന്നി. ഞാൻ തല താഴ്ത്തി തിരികെ പോന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു പൊട്ടിക്കരച്ചിൽ കേട്ടു. ഞാൻ ഓടി അവരുടെ അടുത്തെത്തി. ആ സ്ത്രീ നിലത്തിരുന്ന് കൈകൾ കൊണ്ട് മുഖം പൊത്തിയിരുന്ന് കരയുന്നു. അവളുടെ മക്കൾ അവളോട് ചേർന്നിരുന്ന് കരയുന്നു. ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. എന്തിനാണ് കരയുന്നതെന്ന് ഞാൻ അവളോട് ചോദിച്ചു. എൻ്റെ മക്കളുടെ വിശപ്പ് മാറ്റാൻ എനിക്ക് ഇന്നൊന്നും കിട്ടിയില്ല. വഴിയരികിൽ ഒരു കഴുത ചത്തു കിടക്കുന്നത് കണ്ടു. ഞാൻ അത് എടുത്തുകൊണ്ടുവന്ന് പാചകം ചെയ്ത മണമാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് കിട്ടിയത്. അത് ഞാൻ എങ്ങനെ നിങ്ങളുടെ ഭാര്യയ്ക്ക് നൽകും? ഇത് കേട്ട ഞാൻ ഞെട്ടിത്തരിച്ചുപോയി. വേഗം തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടി. വീട്ടിൽ ചെന്ന് കുറച്ച് ഭക്ഷണ സാധനങ്ങളും തീർത്ഥാടനത്തിന് പോകുവാനായി ഞാൻ കരുതിയിരുന്ന പണക്കിഴിയും എടുത്തു. അതെല്ലാം കൊണ്ടുവന്ന് ഞാൻ ആ സ്ത്രീക്ക് നൽകി. അവർക്കായി എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. എൻ്റെ അയൽക്കാർ വിശന്നു കിടക്കുമ്പോൾ എനിക്ക് മാത്രമായി സ്വർഗം വേണ്ട. വിശന്നു തളർന്ന ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് വിടർന്ന പുഞ്ചിരി മാത്രം മതി എനിക്ക്. ഇത് കേട്ട സൂഫി സ്തംഭിച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സൂഫി ഹംസയെ ചേർത്ത് പിടിച്ചു, തൻ്റെ ഹൃദയത്തോട് ചേർത്ത്. ദൈവത്തിന് വേണ്ടത് വലിയ പ്രാർത്ഥനകളൊന്നുമല്ല, മറ്റൊരാളുടെ വേദന കണ്ട് കൈനീട്ടുന്ന ഹൃദയമാണ്. മനുഷ്യ സ്നേഹമാണ് ഏറ്റവും വലിയ ആരാധന. ഹംസയോടൊപ്പം ഒരുപാട് നേരം ചിലവഴിച്ച ശേഷമാണ് സൂഫി മടങ്ങിയത്. അപ്പോഴേക്കും അവർ തമ്മിൽ ഗാഢമായ ഒരു സ്നേഹബന്ധം ഉടലെടുത്തിരുന്നു.
ഇത്തരത്തിലുള്ള കൂടുതൽ കഥകൾ കേൾക്കുവാനായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നന്ദി.